ഹായ്, എല്ലാവർക്കും ശരസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഭയങ്കര മനോഹരമായൊരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് നിങ്ങളീ കാണുന്നത്. ഞാനിപ്പം നമ്മുടെ കർണാടകയിലെ ഗുണ്ടൽപേട്ടിനടുത്തുള്ള ഹുലിഗനമുരടി വെങ്കിട്ടരമണ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് പോവാം. ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ മലയാളികൾ അധികം എത്തിപ്പെടാത്തൊരു ക്ഷേത്രം കൂടിയാണിത്. അപ്പം അധിക പേര് ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാം, അവിടുത്തെ കാഴ്ചകൾ കാണാം. പോയോ, ഞാൻ ആ ഇൻട്രോയിൽ പറഞ്ഞ പോലെ അത്രയും മനോഹരമായിട്ടുള്ള ഇങ്ങനത്തെ ഈ ഒരു വീതിയൊക്കെ ഉള്ളൂ റോഡിന്. പക്ഷേ നല്ല വഴിയാണ്, അധികം വാഹനങ്ങളില്ല. ക്ഷേത്രത്തിലായാലും അധികം ആൾക്കാരില്ല. നമുക്ക് സമാധാനമായി പ്രാർത്ഥിച്ചിട്ട് വരാൻ പറ്റും. എനിക്കറിയാൻ കഴിഞ്ഞത് രാവിലെ ഒരു 10:30 ക്ഷേത്രം തുറക്കുള്ളൂ. പിന്നെ വൈകുന്നേരം ഏകദേശം 5-5:30 ആകുമ്പോഴത്തേക്ക് ക്ഷേത്രം അടയ്ക്കുന്നതാണ് അറിയാൻ പറ്റിയത്. ഞാനൊന്നും കൂടെ അത് കൺഫേം ചെയ്തിട്ട് വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ചില സ്ഥലങ്ങൾ കാണാൻ മാത്രമുള്ളതല്ല, അനുഭവിക്കാൻ കൂടിയുള്ളതാണ്. അത്തരമൊരു സ്ഥലമാണ് കർണാടകയിലെ ഗുണ്ടൽപേട്ടിന് സമീപമുള്ള ഹുലിഗനമുരടി ശ്രീ വെങ്കിട്ടരമണ സ്വാമി ക്ഷേത്രം. ദക്ഷിണ ശേഷാദ്രി എന്ന പേരിലും അതിപ്രശസ്തമാണ് ഈ ക്ഷേത്രം. തിരുപ്പതിക്ക് സമാനമായ പുണ്യമുള്ള സ്ഥലമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. മാണ്ഡവ്യ മഹർഷി ഇവിടെ വർഷങ്ങളോളം കഠിന തപസ് അനുഷ്ഠിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ഭക്തിയിൽ പ്രസന്നനായ മഹാവിഷ്ണു വെങ്കിട്ടരമണ സ്വാമിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഭക്തരെ അനുഗ്രഹിച്ചു കൊള്ളാമെന്നാണ് വിശ്വാസം. ശ്രീരാമൻ ലങ്കയിലേക്കുള്ള യാത്രക്കിടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുവെന്നതും മറ്റൊരു വിശ്വാസമാണ്. പാണ്ഡവർ വനവാസകാലത്ത് ഈ ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥിച്ചു എന്നതും മറ്റൊരു വിശ്വാസമാണ്. ഇപ്പം നിൽക്കുന്നത് ഞാൻ പോയിട്ടുള്ള വളരെ മനോഹരമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മൾ മലയാളികൾ അധികം ആരും ഇവിടെ എത്തിയിട്ടില്ല. ഞാനും ഈ റീസെൻ്റായിട്ടാണ് ഞാനും ഈ ഒരു മനോഹരമായ ക്ഷേത്രത്തെ പറ്റി അറിഞ്ഞത്. ലേറ്റായിപ്പോൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇതാണ് ഹുലിഗനമുരടി ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം. നമ്മുടെ കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ നിന്ന് ഏകദേശം 10-26 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടുള്ളൂ. പക്ഷേ അധികം ആരും എത്തിയിട്ടില്ല. ഒരു കുന്നിൻ്റെ മുകളിലാട്ടോ ഈ ക്ഷേത്രം. നമുക്കിവിടെ നിന്നാൽ ഈ ഒരു പ്രദേശത്തെ മൊത്തം കൃഷിയിടങ്ങളും കാര്യങ്ങളും 360 ഡിഗ്രി വ്യൂവിൽ നമുക്ക് അത്രയും മനോഹരമായിട്ട് കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ അടിപൊളി, നല്ല കാറ്റാണ്, അടിപൊളി വ്യൂ ആണ്. ഇന്ന് ചെറിയൊരു ക്ലൗഡി ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ടാവും കേട്ടോ വീഡിയോയിൽ. എന്നാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത്. നമുക്ക് ക്ഷേത്രത്തിനകത്ത് ക്യാമറ അലൗഡ് അല്ല. അപ്പം അതിൻ്റെ പുറത്തുനിന്നുള്ള വിഷ്വൽസാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റാട്ടോ. എനിക്ക് ഏകദേശം നമ്മുടെ ഹിമവൽ ഗോപാൽ സ്വാമി പേട്ട ആ ഒരു ഇതിൻ്റെ ഒരു ഇതാണ് എനിക്ക് ഇവിടെ വരുമ്പോൾ തോന്നുന്നത്. അത്രയും വലിയ ക്ഷേത്രം അല്ലെങ്കിലും ആ ഒരു അതോടത്തുണ്ടായ ഒരു കാലാവസ്ഥയും ആ ഒരു എന്താ പറയുക കാറ്റും എല്ലാം നമുക്ക് ഇവിടെയും കിട്ടും. അവിടെ പിന്നെ ഫോറസ്റ്റിന് നടുക്കാണ്. പക്ഷേ ഇത് ഫോറസ്റ്റിന് നടുക്കല്ല, ചുറ്റും കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവിടുന്ന് അതിൻ്റെ നടുക്കൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു മനോഹരമായ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ പറ്റുന്നവരൊക്കെ എന്തായാലും ഈ ഒരു വഴിയൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായും വന്ന് കണ്ടിരിക്കേണ്ടുന്ന മനോഹരമായൊരു ക്ഷേത്രമാണ് കേട്ടോ. നമുക്ക് പുറത്തിവിടെ പ്രതിഷ്ഠയൊക്കെ കാണാം. സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് വായിക്കാൻ മനസ്സിലാവുന്നില്ല. അവരുടെ ലാംഗ്വേജിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഏത് സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് അത്രയും മനോഹരമായ ദൃശ്യങ്ങൾ കിട്ടുന്നൊരു സ്ഥലം കേട്ടോ. നമുക്ക് ആ ക്ഷേത്ര ഗോപുരവും എല്ലാം ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നല്ല കാറ്റാണ്. പിന്നെ ചെറിയൊരു ക്ലൗഡി ഡേ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൂടെ വീഡിയോയിൽ ഉണ്ടാവും. എന്നാലും ഞാൻ മാക്സിമം ഇതാക്കിയിട്ട് എടുക്കാം കേട്ടോ. വൗ, ഇവിടെ നോക്കുമ്പോൾ ആ ഒരു ഗോപുരത്തിൻ്റെയൊക്കെ ഭംഗി എന്താ രസം. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആ ദൂരെയുള്ള കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് എന്തായാലും മൊത്തത്തിലൊന്ന് കണ്ടിട്ട് പോവാം. അടിപൊളി സ്ഥലം കേട്ടോ, സൂപ്പർ സ്ഥലം. അല്ല, ഏത് സൈഡിൽ നോക്കിയാൽ അത്രയേറെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ചെറിയൊരു ചൂടുണ്ടെങ്കിലും ആ ഒരു കാറ്റ് ആ ചൂടൊക്കെ ഇങ്ങനെ ഒഴുക്കി കളയാണ് കേട്ടോ. സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലം. എനിക്കൊന്ന് ഇവിടെ രഥമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. രഥമൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഇതിനകത്താണെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇവിടെ അവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല കാറ്റാണ്. നിങ്ങൾ കണ്ടോ ഈ മരത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഒരു നല്ലൊരു ആൽമരമുണ്ട്. അപ്പം അതിൻ്റെ ചുവട്ടിൽ
എന്തൊക്കെയോ ചെറിയ വിഗ്രഹങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. വോയിസ് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, കാരണം അത്ര ശക്തമായ കാറ്റാണ് കേട്ടോ. ഇവിടെ ചെറിയ നാഗത്തിന്റെ ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. നല്ല പഴക്കമുള്ളൊരു ആൽമരമാണ്. നമുക്കതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അടിപൊളി കാറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു കിണറല്ല, ഇതൊരു കുളം പോലെ കാണാം. ഈ ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ ഇത് ഉള്ളത്. അത് ഗ്രില്ലൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട്. ഒരു പാറ, വെള്ളമുണ്ട്. കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. താഴെ കണ്ട വെള്ളമുണ്ട് ഈ കുന്നിൻ്റെ മുകളിലൊക്കെ അല്ലേ. നല്ല ഹൈറ്റിലാട്ടോ ഇത്, നല്ല ഹൈറ്റിലാണ്. അതിൻ്റെ മുകളിലാണ് ഇങ്ങനെ ഈ ഒരു കുളം, ഈ വെള്ളമൊക്കെ ഉള്ളത്. എന്താ വ്യൂ! നമുക്കിതാ ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ കാണാം. കോബൽസാമപ്പേട്ട പോയപ്പം ആ ഫോറസ്റ്റിനകത്തായോണ്ടേ ഭയങ്കര പച്ചപ്പൊക്കെ ആയിരുന്നു. ഇവിടെ മഴ ശരിക്കും കുറവാണെന്ന് തോന്നുന്നു, കാരണം അത്രയും കുറച്ച് ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. ദൂരെ ക്വാറിയൊക്കെ ഉണ്ട് അവിടുന്ന് ലോറിയൊക്കെ വന്ന് കാണാൻ നമുക്ക് ചെറുതായിട്ട്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. നമുക്കിത് ഇവിടെ ഈ കണ്ടോ ഒരു കള്ളിമുൾ ചെടിയൊക്കെ ഇത്രയും വലുത് കണ്ടോ. കാരണം അത്രയും ഡ്രൈ ലാൻഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. പല സ്ഥലങ്ങളും ഈ കൃഷിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ മറ്റൊരു സൈഡിലേക്ക് പോകാം. അവിടെ ഒരു മണ്ഡപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതവിടെ ചെറിയൊരു മണ്ഡപമൊക്കെ ഇങ്ങനെ കാണാം. ഇവിടെ കുറച്ച് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, നമ്മുടെ ലാംഗ്വേജ് അല്ലാത്തതുകൊണ്ടേ വായിക്കാൻ അറിയില്ലല്ലോ. ഇതാണ് ആ ഒരു സ്ഥലം. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോയി. ഇവിടെ വേറൊരു വലിയൊരു മണ്ഡപമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള വ്യൂ ഉള്ള സ്ഥലത്താണ്. ഇതാട്ടോ നമ്മുടെ ആ ഒരു കുളം വരുന്നത്. ഇതെല്ലാം അവർ അടച്ചു കെട്ടിയിട്ടുള്ളത്. ഇതാണ് ആ ഒരു കുളം. അതിനകത്ത് വെള്ളമുണ്ട്, ലോക്ക്ഡാണ്, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഈ ഒരു സൈഡിലായിട്ട് വേറൊരു ചെറിയൊരു കുളവും കാണാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ്. അത് നമ്മുടെ മനുഷ്യന്മാരുടെ കൂടപ്പിറപ്പാണല്ലോ. എന്താ പറയുക, ഇത്രയും നല്ല മനോഹരമായ സ്ഥലത്ത് വന്നിട്ട് വേസ്റ്റൊക്കെ ഇടാൻ തോന്നുന്നവരെ എന്താണ് വിളിക്കേണ്ടുന്നത്? ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും പറയാം. അത്രയ്ക്ക് മോശമായിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ കുട്ടികളുടെ സ്നഗ്ഗി, അണ്ടർവെയർ എല്ലാം കളഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അതിന് ഏത് മനുഷ്യരായാലും ഏത് നാട്ടുകാരായാലും ഇതിനോടൊക്കെ ഒന്നും പറയാനില്ല, പറഞ്ഞാൽ മനസ്സിലാകുന്ന ആൾക്കാരുമല്ല. ഇത്രയും നല്ലൊരു മനോഹരമായ സ്ഥലത്ത് വന്നിട്ട്, അതും ഒരു ക്ഷേത്രഭൂമിയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ തോന്നുന്നവരോട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങളോട് പറയുന്നില്ല. ഇവിടെ നിന്നുള്ളൊരു വ്യൂ, വാവ്. കാറ്റായതുകൊണ്ട് ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. വൈകുന്നേരം വന്ന് അധികം വെയിലില്ല, എന്നാലും വെയിലിന് അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ ഫോണൊക്കെ ഇങ്ങനെ വിറയ്ക്കുകയാണ് കയ്യിലെടുത്ത് കാറ്റുകൊണ്ടേ. നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ് കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ മറ്റേ സൈഡിൽ പാറയാണ്. എഡ്ജിലേക്കൊന്നും ഇവിടെ വരുന്നവർ പോവാതിരിക്കുക, കാരണം അങ്ങോട്ട് വലിയ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നുമില്ല. നല്ല കാറ്റാണ്. നല്ലൊരു ഡിസ്റ്റൻസ് പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട്. വന്ന വഴി ഇതാ താഴെ കാണുന്നതാണ്. ചെറിയ 2-3 ഹെയർ പിന്നൊക്കെ കയറിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അടിപൊളി. എന്തേ ഈ ഒരു സ്ഥലം ഇത്രയും വൈകിപ്പോയി ആണ്. ചില സ്ഥലങ്ങൾ നമ്മുടെ അങ്ങനെയാണല്ലോ, ആണെങ്കിലും നമ്മളിലേക്ക് എത്തുകയും ചെയ്യും. അതെന്താ പറയുക, അതങ്ങനെയാണ്. ഞാൻ ആ സൈഡിലോട്ട് പോയിട്ട് അത് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്കിതാ ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ കാണാം കേട്ടോ. അങ്ങ് ദൂരെ കാണാം. നമ്മളേകദേശം ഗുണ്ടൽപേട്ട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്ററിനടുത്ത് കൊള്ളിഗേ റൂട്ടിലാണിത്. അവിടുന്ന് മാപ്പിട്ട കിട്ടുന്നതേ ഉള്ളൂ. ഈ സ്ഥലം ഗൂഗിൾ മാപ്പിൽ ഗുണ്ടൽപേട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് നല്ല റോഡാണ്, വേറെ ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളി റോഡാണ്.
ചില സ്ഥലങ്ങളിൽ കുറച്ച് വീതി കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല അടിപൊളി റോഡാണ്. പിന്നെ വേറൊരു കാര്യം, ക്ഷേത്രത്തിൽ അധികം തിരക്കൊന്നുമില്ല, വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയ സ്ഥലം 360 ഡിഗ്രിയിൽ ഇവിടുന്ന് നല്ല വ്യൂ കിട്ടും ഈ സ്ഥലത്ത്. അടിപൊളി. ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ഒരു കൽമണ്ഡപം കേട്ടോ. നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ഞാൻ എന്തായാലും അതിൻ്റെ അകത്ത് കയറിയിട്ടൊരു വ്യൂ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണിത്, ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ഒരു മണ്ഡപം. ഞാൻ താഴെ കാണിക്കുന്നില്ല, അവിടെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ അസാധ്യ വ്യൂ ആണ്. നിങ്ങൾ എന്തായാലും കണ്ടുപിടിക്കോ, സെറ്റപ്പ് വ്യൂ ആണ് ഇവിടുന്ന്. നല്ല കാറ്റാണ്. വോയിസ് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. വോയിസ് ക്യാൻസലേഷനൊക്കെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിലും മിക്കവാറും കാറ്റ് പിടിക്കും എൻ്റെ സൗണ്ട്. എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ, മേഘങ്ങളും ആ ഒരു കൃഷിത്തോട്ടങ്ങളും കുറെ കുറ്റിച്ചെടികളും മരങ്ങളും എല്ലാം ഉണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആണ് സ്ഥലം. ഇതൊക്കെ ഞാൻ ഈ കൽമണ്ഡപത്തിൽ നിന്നിട്ട് എടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ. അയ്യോ, കാറ്റിപ്പ എന്നെ കൊണ്ടുപോകുന്നു തോന്നുന്നു, അത്രയ്ക്ക് കാറ്റാണ്. ഈ ഒരു മണ്ഡപം കൂടെ കാണാം. എന്താണെന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഇവിടെ കുറേ ഇങ്ങനെ കുപ്പിവളകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്, കണ്ടോ? സൗണ്ട് കേൾക്കാം നമുക്ക്. ഇവിടെ എന്തോ വെച്ചിട്ടുണ്ട്, എന്താണെന്ന് പറഞ്ഞത് എനിക്കറിയില്ല കേട്ടോ. താഴേക്ക് പോയിട്ട് ഇതിങ്ങനെ മുകളിലെത്തി. അപ്പം ഇതാണ് ആ ഒരു വ്യൂ. നല്ലൊരു മണ്ഡപം. നമ്മുടെ ഈ തമിഴ്നാട് കർണാടകയിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഈ ഗോപുരങ്ങൾ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. ഇപ്പോൾ റിവ്യൂ ആട്ടോ. അന്യായ ലൊക്കേഷനിലാണ് പല അമ്പലങ്ങളും നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിലുള്ളത്. സൂപ്പർ സ്ഥലം. ക്ഷേത്രത്തിൻ്റെ അകത്തുവരെ വാഹനങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യമുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ കയറ്റാൻ പാടില്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ പുറകിലായിട്ട്, ഞാൻ നിൽക്കുന്നതിന് പുറകിലായിട്ട് വാഹനം പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് അതുവഴി നടന്ന് കയറാനേ ഉള്ളൂ. സൂപ്പർബ് സൂപ്പർബ് സൂപ്പർബ്. ഇതൊക്കെ കയറി തൊഴുത് പുറത്തിറങ്ങി. സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലം കേട്ടോ. അത്രയും ബ്യൂട്ടിഫുള്ളായൊരു സ്ഥലമാണ്. അപ്പം ഈ ചാനലിലൂടെ എനിക്ക് നിങ്ങളുടെ ഈ ഒരു ക്ഷേത്രം നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ അത്രയും സന്തോഷമുണ്ട്. ഐ എം സോ ഹാപ്പി നൗ. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടൊക്കെ വരുന്നവർ തീർച്ചയായും ഈ ഒരു ക്ഷേത്രത്തിൽ വരിക, പ്രാർത്ഥിക്കുക. അത്രയും മനോഹരമായൊരു ക്ഷേത്രമാണ്. പിന്നെ വരുന്നവരെല്ലാവരും വേസ്റ്റൊക്കെ ഒന്നും ഇവിടെ ഇടാതെ സൂക്ഷിക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്നിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക.
കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാം പറഞ്ഞ പോലെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ.